ആലപ്പുഴ എടത്വയിൽ സ്കൂളിന് പൂട്ടുവീണു. കോഴിമുഖ ഗവൺമെന്റ് LP സ്കൂളിന്റെ ഫിറ്റ്നസ് ആണ് റദ്ദാക്കിയത്. എടത്വ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തിയാണ് ഫിറ്റ്നസ് റദ്ദാക്കിയത്. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, എന്തെല്ലാം കാരണങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് ആലപ്പുഴ എടത്വ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് റദ്ദാക്കിയത്? രോഹിണി, എടത്വ കോയിൽമുക്ക് ഗവൺമെന്റ് LP സ്കൂളിലെ 30 കുട്ടികൾ പഠിക്കുന്ന LP സ്കൂളാണിത്. ഇവിടുത്തെ ഒരു പഴയ കെട്ടിടം, ഏതാണ്ട് 50 വർഷത്തിലധികം പഴക്കമുള്ള ഒരു കെട്ടിടത്തിലാണ് ഇപ്പോൾ ഈ ക്ലാസ്സുകളെല്ലാം തന്നെ നടന്നുകൊണ്ടിരുന്നത്. അതിന് ബലക്ഷയമുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് രക്ഷിതാക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇന്നലെ ഒരു രക്ഷിതാവും കുട്ടിയും ഇത്തരത്തിൽ ഇത് വലിയ അപകട സാധ്യത ഉയർത്തുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇതിനെ തുടർന്നാണ് പഞ്ചായത്ത് അധികൃതരെത്തി ഇത് പരിശോധിച്ച ശേഷം നേരത്തെ ഫിറ്റ്നസ് കൊടുത്തിരുന്നതാണ്. എന്നാൽ ആ ഫിറ്റ്നസ് റദ്ദ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിനോട് ചേർന്ന് ഈ 2022 അനുവദിച്ച 60 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച പുതിയ കെട്ടിടം, അത് നിർമ്മാണം പൂർത്തിയായി കിടക്കുകയാണ്. എന്നാൽ അതിന് കൈവരി സ്ഥാപിച്ചിട്ടില്ല എന്നതിനാൽ അതിന് ഫിറ്റ്നസ് കിട്ടിയിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് പഴയ കെട്ടിടത്തിൽ തന്നെ ക്ലാസുകൾ തുടർന്നത്. ഇപ്പോൾ ആ ഫിറ്റ്നസ് കൂടിയാണ് റദ്ദ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തരമായി ഈ പുതിയ കെട്ടിടത്തിലേക്ക് ക്ലാസ് മാറ്റാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. അല്ലെങ്കിൽ ഈ 30 കുട്ടികളും നാളെ മുതൽ ക്ലാസ് നടത്താനോ ഒന്നും തന്നെ കഴിയാതിരിക്കും. 6 അധ്യാപകരും ഇവിടെ ഉള്ളതാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ആ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വലിയ ആശങ്കയാണ് ഇപ്പോൾ ഈ ഒരു സംഭവം ഉയർത്തിയിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തരമായി ഇതിനൊരു പരിഹാരം എങ്ങനെ കാണാം എന്ന ഒരു നീക്കമാണ് നടക്കുന്നത്. എന്നാൽ നേരത്തെ കൈവരിയില്ലാതെ ഫിറ്റ്നസ് നൽകാതിരുന്ന അതേ കെട്ടിടത്തിന് കൈവരിയില്ലാതെ ഇപ്പോൾ മറ്റൊരു കെട്ടിടം കൂടി അൺഫിറ്റ് ആയ പശ്ചാത്തലത്തിൽ എങ്ങനെ ഫിറ്റ്നസ് കൊടുക്കും എന്ന ആശങ്കയും നിലനിൽക്കുന്നു. എന്തുതന്നെയായാലും ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. രോഹിണി, ശരി, സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.